കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം. എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഇത് പണ്ട് UP-യിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ഭയങ്കര ക്രൂരമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ പോലും എന്താ പറയുക, ഒരു 10-15 വയസ്സുള്ള പിള്ളേർ പോലും ക്രൂരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം പണ്ട് വേറൊരു സ്ഥലത്ത് നടന്നതാണ്. അത് ആസിഡാണ് കൊണ്ടൊഴിക്കുന്നത്, ഭാര്യ തന്നെയാണ് ചെയ്തത്. ഇതിപ്പോ കേരളത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് കാണാം. പെരുമ്പാവൂരിൽ 2 ദിവസം മുമ്പ്, അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യ കാണുന്നു. അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം, അതിനുശേഷമാണ് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ വെള്ളവും തിളപ്പിച്ച് അത് മിക്സ് ചെയ്ത് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. അതായത് മുമ്പ് നടന്ന കാര്യമാണ്. അതായത് മുമ്പ് നടന്ന പ്രണയവും അതുപോലെ ചാറ്റുകളൊക്കെ കണ്ടിട്ടാണ് ഈ പെണ്ണുപിള്ള ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹം ചിലപ്പോൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ഈ അണുക്കളൊക്കെ കയറി ഭയങ്കരമായ പൊള്ളലേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തായതുകൊണ്ട് മരിക്കത്തില്ലെന്നൊന്നുമില്ല. ആള് ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വിചാരിക്കാതെ ഇവർക്കെതിരെ കൊലപാതക കുറ്റം തന്നെ ചുമത്തണം. ഇവരെ അങ്ങനെ തന്നെ വേണം അറസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിസ്സാരമായൊരു കാര്യമല്ല, ഒരു കൊച്ചൊരു കാര്യമല്ല ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ്. കാരണം ഇദ്ദേഹം മരിച്ചു പോകാൻ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അത്രയും വലിയ ചൂട്, അതായത് എണ്ണയും അതുപോലെ ചൂട് വെള്ളമൊക്കെ ചേർത്ത് ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗത്തോട്ട് ഒഴിക്കാന്ന് പറയുമ്പോൾ തന്നെ വയറും എല്ലാം പൊള്ളിപ്പോയല്ലേ. ഇവരെന്തൊരു സ്ത്രീയാണ്, എന്തൊരു ക്രൂരയാണ്. ഇവർക്ക് നാളെ ഇതിന്റെ ആവശ്യമില്ലായിരിക്കും, ഇവർക്ക് വേറെ കിട്ടും. പക്ഷെ ഇദ്ദേഹം ഇനി ചിലപ്പോൾ ട്യൂബൊക്കെ ഇട്ട് മൂത്രം ഒഴിക്കേണ്ടതൊക്കെ വരുമായിരിക്കും. അതുപോലെ പൊള്ളിപ്പോയി കഴിഞ്ഞാൽ അതൊക്കെ മുറിച്ച് കളയേണ്ടി വരും. ചിത്രങ്ങളും ഫോണിൽ കാണുന്നു. അതേ തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ വെളിച്ചെണ്ണയും വെള്ളവും തിളപ്പിച്ച് സ്വകാര്യ ഭാഗത്തുൾപ്പെടെ കൊണ്ടുവന്നൊഴിക്കുകയായിരുന്നു. അതിഗുരുതരമായ പൊള്ളൽ പെരുമ്പാവൂർ സ്വദേശിക്ക് ഏറ്റിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. കേസെടുത്തു പോലീസ് എന്നറിയുന്നു. ഈ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണം കൂടി പോലീസ് ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം. കാരണം ഇവർ അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നാളെ അദ്ദേഹം മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവരുടെ കൂടെയൊക്കെ എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത്? ഇതൊക്കെ ഒരു വലിയ കുറ്റമാണ്. ഇതൊക്കെ മുൻപ് നടന്ന പ്രണയം അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത്, ഇതെ ചൊല്ലി ഇവർ വന്ന് വഴക്കായെന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സ്ത്രീ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസിന് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത്. നേരത്തെ പോലീസ് ഇതിൽ പ്രാഥമികമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. ഭർത്താവ് പ്രണയത്തിലായിരുന്ന ഒരു യുവതിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഭാര്യയ്ക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫോൺ പരിശോധിച്ചപ്പോൾ ചില ചാറ്റുകളും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഫോണിൽ കാണുന്നു. അതായത് പഴയ ഒരു പ്രണയത്തിന്റെ ചാറ്റുകളും ഫോട്ടോയൊക്കെ കണ്ടിട്ടാണ് ഈ പെണ്ണുപിള്ള ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇവർ ചിലപ്പോൾ ഒളിവിലായിരിക്കും. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവരെ എന്താ പറയാ, ഇവരെ നല്ല ശിക്ഷ തന്നെ ഇവർക്ക് മേടിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഒത്തുതീർപ്പാക്കരുത്. ഇതൊക്കെ കൊലപാതക ശ്രമമാണ്. ഇതൊന്നും ഒരിക്കലും ഒത്തുതീർപ്പാക്കി ഒരുമിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമൊന്നും ഉണ്ടാവത്തില്ല. ഇവർക്ക് നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം. തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ വെളിച്ചെണ്ണയും വെള്ളവും തിളപ്പിച്ച് സ്വകാര്യ ഭാഗത്തുൾപ്പെടെ കൊണ്ടുവന്നൊഴിക്കുകയായിരുന്നു. അതിഗുരുതരമായ പൊള്ളൽ പെരുമ്പാവൂർ സ്വദേശിക്ക് ഏറ്റിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. കേസെടുത്തു. ഗുരുതരമായ പൊള്ളലാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നിസ്സാരമായൊരു കാര്യമല്ല. അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ. എത്രമാത്രം അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പഴയ പോലെ ആകാൻ പറ്റും
ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല അവിടെയൊക്കെ പൊള്ളലേറ്റ് വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ. അദ്ദേഹത്തിന്റെ ജീവിതമേ പോയി.